എത്ര ഓട്ടം പറയും? 41,000 കിലോമീറ്റർ. 41,000 കിലോമീറ്ററോടെ 24 മോഡൽ 27 വരെ കമ്പനി വാറണ്ടി തന്നെ നിൽക്കുന്ന വാഹനമായിരിക്കും അല്ലേ? നിലവിൽ വാറണ്ടി ഉണ്ട്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. ഓക്കെ, നല്ല ടയർ ഭാഗം ഉണ്ട് അല്ലേ? നല്ല ടയർ ഭാഗവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ്. പൊതുവെ മഹീന്ദ്രക്കുള്ള ഒരു ചീത്ത പേരാണ് തുരുമ്പ്. തുരുമ്പ് നിലവിൽ വണ്ടിയിൽ യാതൊരു തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി നല്ല പക്കാ വണ്ടി തന്നെ നമുക്ക് പറയാം. കണ്ണും പൂട്ടിയിട്ട് എടുക്കാൻ വണ്ടി. 17 പറഞ്ഞ മോഡൽ ഹൈലൈനിൽ ഓപ്ഷൻ സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാണ്. ഹൈലൈനിൽ സ്പെഷ്യൽ എഡിഷൻ ആണ്. അതുകൊണ്ടാണ് ഈ സൺറൂഫ് ബ്ലാക്ക്, മിറർ ബ്ലാക്ക്, പിന്നെ അലോയ്സ് ചേഞ്ച് വരും. സാധാരണ അലോയ്സ് അല്ല, കുറച്ചും കൂടി സ്റ്റൈലിഷ് അലോയ്സ് ആണ്. അതും ബ്ലാക്ക് കളറിലാണ് വരിക. ഓക്കെ, അതാണ് ഈ സ്പെഷ്യൽ എഡിഷനിൽ വന്നത് ഹൈലൈനിൽ. ബാക്കി ഹൈലൈനിൻ്റെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന പോളോ ആണ്. 4 നല്ല ടയർ ഉണ്ട് വണ്ടിക്ക്. ഓക്കെ, പുതിയ ടയർസ് ആണ് അല്ലേ? നല്ല അടിപൊളി ടയർ. ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെങ്ങനെ ക്ലിയർ ആക്കുക അല്ലെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കുക അല്ലേ? ബമ്പറിലൊക്കെ ചെറിയ സ്ക്രാച്ചും കാര്യമൊക്കെ ഉണ്ട്. ഓക്കെ, ഇന്ത്യയിൽ അത്രക്ക് നല്ല നീറ്റ് വണ്ടിയാണ്. എത്ര ഓണർഷിപ്പ്? എത്രയാ ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർഷിപ്പാണ്. സെക്കൻഡ് ഓണർ കിടക്കുന്ന 18 മോഡൽ XZ ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സ് ആണ് വരിക. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് കണ്ണൂരുള്ള മാർവൽ മോട്ടോഴ്സ്. കണ്ണൂർ കൂത്തുപറമ്പാണ് ലൊക്കേഷൻ. കണ്ണൂർ ജില്ലയിലാണ് കൂത്തുപറമ്പ്. കൂത്തുപറമ്പിൻ്റെ അടുത്തായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ എല്ലാ സെഗ്മെൻറ്റ് വാഹനങ്ങളും ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. അതും കുഴപ്പമില്ലാതെ നല്ല ബഡ്ജറ്റ് വിലയിൽ തന്നെ എല്ലാ വാഹനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോ. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ചോദിച്ചറിയാൻ മാനസിനെ സ്വാഗതം ചെയ്യാം. മനസ്സേ, സ്വാഗതം. സുഖല്ലേ? സുഖം. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസ് ചെയ്തിട്ട്? കഴിഞ്ഞ ദിവസം അത്യാവശ്യം എല്ലാ വണ്ടികളും പോയിട്ടുണ്ട്. ഓക്കെ, നല്ല രീതിക്ക് പോയി. അപ്പോൾ മാക്സിമം ലോൺ ഫെസിലിറ്റി എല്ലാം കിട്ടുന്ന വണ്ടികൾ തന്നെയാണ്. അധികം മോഡൽ കൂടി തന്നെ ഉണ്ടാവും അല്ലേ? അത്യാവശ്യം നല്ല മോഡൽ കൂടിയ വണ്ടികളൊക്കെ ഉണ്ട്. പുതിയ സെൽട്ടോസ് ഒക്കെ ഉണ്ട് അല്ലേ? സെൽട്ടോസ് 24 മോഡൽ വണ്ടി. 24 മോഡൽ. ഓക്കെ, ഇത് കറക്റ്റ് എവിടെയായിരുന്നു ലൊക്കേഷൻ വരിക? ഇത് കറക്റ്റ് കൂത്തുപറമ്പ് കണ്ണൂർ റൂട്ടിൽ കായലോട്. ആ പേരെന്നോട് എപ്പോൾ മറന്നു? കായലോട്. ഓക്കെ, കണ്ണൂർ കൂത്തുപറമ്പ് റൂട്ടിലാണ്. കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, മാർവൽ മോട്ടോഴ്സ്. അപ്പോൾ ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ബാക്കി ഓരോ വാഹനത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കണ്ടുപോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ടും വിട്ടുപോകരുത്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, റെഡി. ആദ്യം നമുക്ക് ഈ സെൽട്ടോസിൽ തന്നെ തുടങ്ങാം. KL 13 കണ്ണൂർ വണ്ടി തന്നെയാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2024 വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ. ഇപ്പോഴത്തെ ന്യൂ ഷേപ്പ് മൊത്തത്തിലെ വണ്ടീൻ്റെ ലുക്ക് മാറി. ഇത് രണ്ടാമത്തെ ഷേപ്പാണ്. സെക്കൻഡ് ഷേപ്പാണ്. വണ്ടി 41,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 41,000 അല്ലേ? 24 ഷോറൂമിൽ നിന്ന് എടുത്ത് കൊണ്ടുപോകുന്ന പോലത്തെ ക്വാളിറ്റിയിൽ നമുക്ക് വണ്ടി കൊണ്ടുപോകാം. പെട്രോളാ? ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക് GT ലൈനാണ് വാഹനം. ഏറ്റവും ടോപ്പ് എൻ്റെ വാഹനം. സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി അല്ലേ? പുഷ് ബട്ടണും വയർലെസ് ചാർജറും. പറയാൻ പറ്റുന്നത് 18,25,000 വണ്ടി കൊടുക്കാം. 18,4 ലക്ഷത്തിന് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇത് ഇറങ്ങുമ്പോൾ 25 അടുത്തുണ്ട്. 25,500 അടുത്തുണ്ട്. 25 അടുത്ത് വില വന്നിരുന്നു. അതാണ് 18,4 ലക്ഷം രൂപയ്ക്ക് ഇപ്പം നിങ്ങൾക്ക് തരാൻ പോകുന്നത്. എത്ര ഓട്ടം പറയും? 41,000 കിലോമീറ്റർ. 41,000 കിലോമീറ്ററോടെ 24 മോഡൽ 27 വരെ കമ്പനി വാറണ്ടി തന്നെ നിൽക്കുന്ന വാഹനമായിരിക്കും അല്ലേ? നിലവിൽ വാറണ്ടി ഉണ്ട്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. 18,4 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പം നല്ലൊരു അടിപൊളി കോമ്പാക്ട് SUV നോക്കുന്നുണ്ടെങ്കിൽ എടുത്തോ. പുതിയതിൻ്റെ മൊത്തം ലുക്ക് മാറി, ഷേപ്പ് മാറി. നമുക്കിപ്പം കൂടുതൽ ആൾക്കാർ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ വണ്ടി ചൂസ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു വണ്ടി വേറൊന്നും പറയാനൊന്നും വേറൊന്നുമില്ല വണ്ടിയിൽ. വണ്ടിയിൽ ഒരു നെഗറ്റീവ് പറയാൻ വണ്ടിക്കൊന്നുമില്ല. വണ്ടി വളരെ സുഖമായിട്ട് ഓടിക്കാനും എല്ലാത്തിനും ഫീച്ചേഴ്സ് വൈസും എല്ലാം അടിപൊളിയായിട്ടുള്ളൊരു വണ്ടിയാണ്. ടയർ ഭാഗമുണ്ട്, പുതിയ ടയർസാണെന്ന് തോന്നുന്നില്ല. എന്നാലും ടയറിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ ടയർ തന്നെ. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടോ വിളിച്ചോ. ലോൺ എത്ര ആയിട്ട് നമുക്കൊരു 18 മേലെ കിട്ടും. 18 മേലെ കിട്ടും. 18 മേലെ കിട്ടും ലോൺ. അപ്പോൾ ഫുൾ ലോൺ തന്നെ പ്രതീക്ഷിക്കാം. വണ്ടിക്ക് കിട്ടും. നിങ്ങളുടെ ട്രാക്ക് ബാക്കി ഡിപ്പെൻഡ് ചെയ്തു. ഓക്കെ, അടുത്തതാ ഒരു ചെറിയ സെഗ്മെൻറ്റിലേക്ക് വന്നു. ടാറ്റ ടിയാഗോ ആണ്. KL 11 രജിസ്ട്രേഷൻ വാഹനം. ഫസ്റ്റ് ടിയാഗോ, ഫസ്റ്റ് ഷേപ്പാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ടിയാഗോ 2018 വണ്ടിയാണ്. 18 ആണ് അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. XZ ഏറ്റവും ടോപ്പിൻ്റെ വാഹനം. ഓട്ടോമാറ്റിക് 18 മോഡൽ വാഹനം. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഒരു 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 65,000 സംതിങ് ചില്ലറ. ഓക്കെ, 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 18 വെച്ച് നോക്കുകയാണെങ്കിൽ 7 വർഷം കൊണ്ട്, 7 8 വർഷം കൊണ്ട്, 26 8 വർഷം കൊണ്ട് 65,000 കിലോമീറ്ററാണ്. വലിയൊരു ഓട്ടോ അല്ല. പിന്നെ 4 നല്ല ടയർ ഉണ്ട് വണ്ടിക്ക്. ഓക്കെ, പുതിയ ടയർസ് ആണ്. നല്ല അടിപൊളി ടയർ. ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെങ്ങനെ ക്ലിയർ ആക്കുക അല്ലെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കുക അല്ലേ? ബമ്പറിലൊക്കെ ചെറിയ സ്ക്രാച്ചും കാര്യമൊക്കെ ഉണ്ട്. ഓക്കെ, ഇന്ത്യയിൽ അത്രക്ക് നല്ല നീറ്റ് വണ്ടിയാണ്. എത്ര ഓണർഷിപ്പ്? എത്രയാ ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർഷിപ്പാണ്. സെക്കൻഡ് ഓണർ കിടക്കുന്ന 18 മോഡൽ XZ ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സ് ആണ് വരിക.
ഏകദേശം മാനുള്ള പോലെ തന്നെ മൈലേജ് പ്രതീക്ഷിക്കാം. ഒരു 13-17 റേഞ്ചൊക്കെ എന്തായാലും കിട്ടും. അതിൻ്റെ ഇടയിൽ മൈലേജ് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ ക്ലച്ച് കയറ്റി ക്ഷീണിക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു ഓട്ടോമാറ്റിക് കാറാണ്. അന്ന് തന്നെ ഈ ഒരു ഷേപ്പിന് 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സേഫ്റ്റിയിൽ ടാറ്റേനെ പിന്നെ നമുക്ക് പിന്നെ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. എത്ര ചോദ്യം എത്രയുണ്ട് ചോദിക്കുന്നത്? നമുക്ക് 375 കൊടുക്കാം. 3,75,000 രൂപയ്ക്ക് 18 മോഡൽ XZA ഏറ്റവും ഫുൾ ഓപ്ഷൻ. അന്ന് പ്ലസ്സിലെ XZA ഓട്ടോമാറ്റിക് ഈ ഒരു ടിയാഗോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2018 65,000 രൂപ വണ്ടി. ലോൺ എത്ര കിട്ടും? ഒരു 3-3 കിട്ടും. ലോൺ ഒരു 3-3.5 3.25 അടുത്ത് കിട്ടും. ചാൻസ് ഉണ്ട് അല്ലേ? അടുത്തത് ചെറിയൊരു സെഗ്മെന്റിൽ നല്ല പവറിലൊരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് മാരുതി സുസുക്കി ഇഗ്നിസ്. ഇപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തി. റീസെൻ്റ്ലി പ്രൊഡക്ഷൻ ഒരു 1 month ആയില്ല. അതാണ് റീസെൻ്റ്ലി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു റിഡ്സ് നിർത്തിയതിന് ശേഷം ട്രെൻഡായി വന്നൊരു മോഡലാണ്. റിഡ്സിന് ശേഷം അതേപോലെ ഒരു പവർഫുള്ളായിട്ട് സ്പോർട്ടി ആയിട്ട് ഓടിക്കാൻ പറ്റിയൊരു വാഹനമായിരുന്നു ഇഗ്നിസ്. അതെ, അപ്പോൾ ഇതിപ്പോൾ പിന്നെ ട്രെൻഡായി കൊണ്ടിരിക്കുമ്പോൾ അവർ പെട്ടെന്ന്. ഓക്കെ, ഇതേതാ മോഡല്? ഇത് 2018 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. AMT ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓക്കെ, വണ്ടിക്ക് നിലവിൽ യാതൊരു കംപ്ലൈൻസോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി പക്ക വണ്ടിയാണ്. പിന്നെ ഏതാ ഓപ്ഷൻ? ഏതാ? ഡെൽറ്റ സെക്കൻഡ് ഓപ്ഷനാണ്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, പിന്നെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. അലോയ്സ് ഉണ്ടാവില്ല. പിന്നെ ബാക്ക് വൈപ്പർ ഇത് ഡിഫോർ ഉണ്ടാവില്ല. ബാക്കി വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു വാഹനമാണ്. 18 മോഡലുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് AMT നമ്മൾ നേരത്തെ ടിയാഗോനെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 12-16 റേഞ്ചൊക്കെ മൈലേജ് പ്രതീക്ഷിക്കുന്നത്. വേറെ പണിയൊന്നുമില്ല അല്ലേ? മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഓട്ടോ എത്രയും? ഓട്ടോ 62 സംതിങ് ആയിട്ടുണ്ട്. 62,000 18 മോഡലല്ലേ? ഓക്കെ, ഏകദേശം ടിയാഗോ ആയിട്ട് മാച്ച് ആവുന്ന ഒരു സാധനം തന്നെ. സെയിം മോഡലും മൈലേജ് ഒക്കെ ആയിട്ട് അല്ലേ? എത്ര ചോദ്യം? ഇത് നമുക്കൊരു 480 കൊടുക്കാൻ വേണ്ടി. 4,80,000 രൂപയ്ക്ക് ഓട്ടോമാറ്റിക് ഡെൽറ്റ ഓപ്ഷൻ ഇഗ്നിസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 18 മോഡൽ 62,000 കിലോമീറ്റർ ഓടിയേക്കുന്ന ഡെൽറ്റ. ഓക്കെ, ഓട്ടോമാറ്റിക്കാണ്, മറന്നുകൊണ്ടാ. ലോണ് ഫുള്ള് ചാൻസ് ഉണ്ടോ? അതാ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അല്ല, വണ്ടിക്ക് ഫുൾ ലോൺ വരും. ഓക്കെ, അടുത്തത് ഒരു കിഡിലൻ SUV ബൊലേറോ ആണ്. KL 56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2017 ബൊലേറോ ആണ്. XLX മിഡിൽ ഓപ്ഷൻ ആണ്. SLX മിഡിൽ ഓപ്ഷൻ 17 മോഡൽ ബൊലേറോ. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരും. അഡീഷണൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അഡീഷണലി ഇവർ സെറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സ്ക്രീൻ ചെയ്തിട്ടില്ല. എല്ലാ രീതിക്കും ബാക്ക് ക്യാമറ കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല വണ്ടിയാണ്. 76,000 കിലോമീറ്ററാണ് വണ്ടിക്ക് ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണറാണ്. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി നല്ല പക്ക വണ്ടിയാണ്. ഓക്കെ, നല്ല ടയർ ഭാഗം ഉണ്ട്. നല്ല ടയർ ഭാഗവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ്. പൊതുവെ മഹീന്ദ്രക്കുള്ള ഒരു ചീത്ത പേരാണ് തുരുമ്പ്. നിലവിൽ വണ്ടി മേലെ യാതൊരു തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി നല്ല പക്ക വണ്ടി തന്നെ നമുക്ക് പറയാം. കണ്ണും പൂട്ടിയിട്ട് എടുക്കാൻ വണ്ടി. 17 പറഞ്ഞ മോഡൽ? 2017 മോഡൽ പവർ പ്ലസ് വണ്ടി. ഓക്കെ, 17 മിഡിൽ ഓപ്ഷൻ വണ്ടി. ഓക്കെ, വണ്ടിക്ക് ചോദിക്കുന്ന വില നമുക്ക് 6,10,000 രൂപക്ക് വണ്ടി കൊടുക്കാം. 5-5.25 വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വണ്ടി. ഓക്കെ, 6-10 5.25 വരെ ലോണും കിട്ടും. 17 മോഡൽ പവർ പ്ലസ് ആണ്. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും തോന്നുന്നു അല്ലേ? ലോങ്ങിലൊക്കെ 14-15 വരെയൊക്കെ മൈലേജ് ചാൻസ് ഉണ്ട്. ഒരു തുരുമ്പോ ഒരു ക്ലെയിമോ ഒന്നുമില്ലാത്ത നല്ലൊരു നീറ്റ് ബൊലേറോ. താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. സ്ക്രീനും കാര്യങ്ങളൊക്കെ റിവേഴ്സ് ക്യാമറ ഒക്കെ ചെയ്തിട്ടുണ്ട് അഡീഷണൽ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഓളെ തട്ടായിട്ട് വന്ന എൻ്റെ സാറേ, പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഐറ്റാണിത്. ഇത് റോഡും കൂടെ പോകുമ്പോൾ ഇവനെ കണ്ണെടുക്കാൻ തോന്നില്ല. ഫോക്സ് വാഗൺ പോളോ നിർത്തി. എന്നിട്ടെന്താ ഡിമാൻഡ് ഒട്ടും കുറഞ്ഞില്ല. ഒരു കുറവ് മാർക്കറ്റിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു വണ്ടി. അത് റെഡ് പോളോ. KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ കിടക്കുന്ന വാഹനം. ഏതാ മോഡൽ? ഇത് 2016 മോഡലാണ്. 16 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പ്. അതിൻ്റെ ഒരു ക്വാളിറ്റി കാണുമ്പോൾ തോന്നുന്നുണ്ട്. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു വാഹനമാണ്. ഇന്റീരിയർ എക്സ്റ്റീരിയർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നീറ്റ് ലുക്കിലാണ് വണ്ടി ഉള്ളത് അല്ലേ? എങ്ങനെയാണ് കണ്ടവരാൾക്ക് എടുക്കാൻ തോന്നുന്ന പോലത്തെ ഒരു ക്വാളിറ്റിയാണ്. എടുത്തു പോകും. പിന്നെ ഓട്ടോ എത്ര പോയി ഇപ്പോൾ? ഓട്ടോ ഒരു 70-72 വണ്ടി ഓടിയിട്ടുണ്ട്. ഓക്കെ, 72,000 കിലോമീറ്റർ നിലവിൽ ഓടിയേക്കുന്ന 1.2 പെട്രോൾ എഞ്ചിൻ വരുന്ന പോളോ ആണ്. പിന്നെ ഹൈലൈൻ അല്ലേ? ഹൈലൈനിൽ ഓപ്ഷൻ സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാണ്. ഹൈലൈനിൽ സ്പെഷ്യൽ എഡിഷൻ ആണ്. അതുകൊണ്ടാണ് ഈ സൺറൂഫ് ബ്ലാക്ക്, മിറർ ബ്ലാക്ക്, പിന്നെ അലോയ്സ് ചേഞ്ച് വരും. സാധാരണ അലോയ്സ് അല്ല, കുറച്ചും കൂടി സ്റ്റൈലിഷ് അലോയ്സ് ആണ്. അതും ബ്ലാക്ക് കളറിലാണ് വരിക. ഓക്കെ, അതാണ് ഈ സ്പെഷ്യൽ എഡിഷനിൽ വന്നത് ഹൈലൈനിൽ. ബാക്കി ഹൈലൈനിൻ്റെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന പോളോ ആണ്. അപ്പോൾ എന്തൊക്കെയാ? റോഡ് പ്രസൻസ്, ഡ്രൈവിംഗ് കംഫർട്ട്, സ്റ്റെബിലിറ്റി, എല്ലാം കൊണ്ടും പെർഫോമൻസ് എല്ലാം കൊണ്ടും കൂട്ടിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. നിലവിൽ ഒരു സർവീസ്
ഫ്രീ ആയിട്ട് ഇനി നിലവിൽ പാക്കേജ് ഉണ്ട്, സർവീസ് പാക്കേജ് നിലവിലുണ്ട്. അപ്പോൾ ഇനി എടുക്കുന്ന ഏത് കസ്റ്റമറാണോ വണ്ടി എടുക്കുന്നത് അയാൾക്ക് ഒരു 7-8 കിലോമീറ്റർ ഓടിയാൽ വണ്ടി ഫ്രീ ആയിട്ട് കമ്പനി പോയാൽ ജനറൽ സർവീസ് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ. ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത് എത്രയല്ല? 65 ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 72 7,000 കിലോമീറ്റർ. ഇത് 15,000 കിലോമീറ്റർ ഓടുമ്പോൾ സർവീസ് ചെയ്യാം. അപ്പോൾ ഇനി ഒരു 8,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് ഫ്രീ ഓഫ് കോസ്റ്റിൽ, ലേബർ കോസ്റ്റ് പോലും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഫുൾ ഫ്രീയിൽ നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് ഒരു സർവീസ് ചെയ്തെടുക്കാം ഇനി 8,000 കിലോമീറ്റർ ഓടിയതിന് ശേഷം അല്ലേ? ഓക്കെ. ആ ഒരു പാക്കേജും കൂടി അവൈലബിൾ ആണ്. ടയേഴ്സോ പുതിയ തന്നാലും 4 കോണ്ടിനെൻ്റലിൻ്റെ ടയേഴ്സ് ഉണ്ട് കേട്ടോ. 4 കിടലൻ കോണ്ടിനെൻ്റലിൻ്റെ ടയേഴ്സ് ഉണ്ട്. അപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല, എടുക്കുക, ഓടിക്കുക, അടുത്ത സർവീസ് ഫ്രീ ആയിട്ട് ചെയ്യുക കമ്പനിയിൽ നിന്ന്. അതെ. എത്ര ചോദ്യത്തിൻ്റെ ഇതിന് നമുക്ക് 5,400 കൊടുക്കാം, 5,25,000 രൂപക്ക് കൊടുക്കാം. ഓക്കെ. 5,400 ഇതാ ഒരു അടിപൊളി പോളോ റെഡ് ആൻഡ് ബ്ലാക്ക്. താല്പര്യമുള്ളവരുടെ പെട്ടെന്ന് വിളിച്ചോ. ലോണും ഫുള്ള് കയറോ? മാക്സിമം ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഒരു 4.25-5 വരെ എന്തായാലും ചാൻസ് ഉണ്ടാവും. അടുത്ത വണ്ടി അടുത്തതാ മാരുതി സുസുക്കി വാഗണർ KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഏതാ മോഡൽ ഇത്? 2022 മോഡലാണ്. ZXi ഫുൾ ഓപ്ഷൻ വണ്ടി. ZXi പ്ലസും ഇല്ലേ ഇതിൻ്റെ മേലെ? ZXiൻ്റെ മേലെ പ്ലസ് ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെ അതായത് ഫോഗ് ലാമ്പ് ഉണ്ടാവില്ല, ബാക്ക് ഡിഫോഗർ, വൈപ്പർ ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. 2 എയർ ബാഗ്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. 22 മോഡൽ അല്ലേ? മാനുവൽ ഓട്ടോമാറ്റിക്? ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സ് ആണ് വരിക. 1.2 ലിറ്റർ അല്ലേ? അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. ഒരു 13-16 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാം. ടയർ ഭാഗവും അത്യാവശ്യം ഉണ്ട്. നല്ല ടയേഴ്സാണ്. ഓക്കെ. ക്ലെയിമും കാര്യമൊന്നുമില്ല അല്ലേ? വേറെ റീപ്ലേസോ ക്ലെയിമോ അങ്ങനത്തെ ഒന്നുമില്ല. സർവീസൊക്കെ പക്കല്ലേ? സർവീസൊക്കെ പക്ക, എല്ലാം പക്കയാണ്, വേറൊന്നും ചെയ്യാനില്ല. അത്യാവശ്യം മൈലേജിൽ എന്നാൽ മെയിൻ്റനൻസ് കുറഞ്ഞ് കൊണ്ടടക്കാൻ പറ്റിയ ഒരു ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടിയെടുക്കാൻ പറ്റിയ വണ്ടിയാണ്. 22 മോഡൽ. ഓട്ടം എത്ര പോയത്? ഓട്ടം വെറും 40,000 കിലോമീറ്റർ ഓടി. 40,000 ഓടിയിട്ടുണ്ട്. നോർമൽ ഓട്ടം തന്നെ. ഓക്കെ. ഒരു ഷോറൂമിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന ആ ഒരു ഫീൽ തന്നെ വണ്ടി എടുത്ത് കൊണ്ടുപോകാം. സിംഗിൾ ഓൺഷിപ്പ് അല്ലേ? സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഓക്കെ. എത്ര ചോദ്യം? എത്രയുണ്ട്? നമുക്കൊരു 5.25 ആ റേഞ്ചിൽ വണ്ടി കൊടുക്കും. 5,75,000 രൂപയാണ് ചോദ്യം. 22 മോഡൽ ഓട്ടോമാറ്റിക് ZXi. ഓക്കെ. ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ ഓപ്ഷൻ വരുന്ന വാഹനമാണ്. സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വണ്ടി. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോ. ഫുൾ ഓൺ കയറിയിരിക്കും അല്ലേ? ഫുൾ ഓൺ. ഓക്കെ. അടുത്തതാ 800cc വാഹനം. 800 അല്ലേ ഇത്? 800. ഓക്കെ. 800cc തന്നെയാണ്. റിനോ ക്വിഡ്. ഇതിൽ തന്നെ 1000 വരുന്നുണ്ട്, അതുകൊണ്ട് എടുത്ത് വെച്ചാൽ കേട്ടോ. KL 63 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഏതാ മോഡൽ ഇത്? 2018 വണ്ടിയാണ്. 18 മോഡൽ. മിഡിൽ ഓപ്ഷനാണ്. RXL മിഡിൽ ഓപ്ഷൻ. RXL മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. 18 എയർ ബാഗ്, 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. എത്ര ഓട്ടം പോയത്? 69,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ കിടക്കുന്ന 69,000 കിലോമീറ്റർ ഓടിയ ഒരു 800cc ക്വിഡാണ്. മൈലേജ് ഒരു 17-19 റേഞ്ചൊക്കെ കിട്ടും. മൈലേജ് നല്ലോണം കിട്ടുന്ന ഒരു വണ്ടിയാണ്. പിന്നെ അത്യാവശ്യം 800cc അത്യാവശ്യം ലുക്കുള്ള വണ്ടി തന്നെയാണ്. മൈലേജ് ഒരു പർപ്പസ് വെച്ച് നോക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല ചോയ്സാണ്. ഓക്കെ. എടുക്കാൻ പറ്റും. മേജർ ക്ലെയിം അങ്ങനത്തെ ഒന്നുമില്ല? മേജർ ക്ലെയിം, ആക്സിഡന്റ് അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. ഓക്കെ. എത്ര ചോദ്യം? നമുക്ക് 2.60 വണ്ടി കൊടുക്കാം. 2,60,000 രൂപയ്ക്ക് 2018 ക്വിഡ് 800cc RXL സിംഗിൾ ഓണർഷിപ്പ് 69,000 കിലോമീറ്റർ ഓടിയ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. വേറെ വർക്കും കാര്യമൊന്നുമില്ല. ഓക്കെ. സിംഗിൾ എയർ ബാഗ്, നീറ്റ് വണ്ടിയാണ്. ഡ്രൈവർ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ലോൺ ഒരു 2-2.25 വരെ കിട്ടും. 2.25, 2.30 പിന്നെ ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും ബാക്കി കാര്യങ്ങൾ. ഓക്കെ. ഓക്കെ. അടുത്ത ഫോർഡിൻ്റെ ഫിഗോ ആണ്. ഇപ്പോഴത്തെ ഫോർഡിൻ്റെ അവസ്ഥ വെച്ചിട്ട് ഫോർഡിൻ്റെ വണ്ടി കിട്ടുന്ന വിലയിൽ, അതായത് ഇങ്ങനത്തെ ഒരു വണ്ടി വേറൊരു ബ്രാൻഡിൻ്റെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇതിൻ്റെ ഇരട്ടി പൈസ അടുത്ത് കൊടുക്കേണ്ടി വരും. നല്ല. ഓക്കെ. അപ്പോൾ അതാണ് ഫോർഡിൻ്റെ ഇപ്പോഴത്തെ പ്രത്യേകത. കമ്പനി നിർത്തിപ്പോയതുകൊണ്ട് തന്നെ വണ്ടിക്ക് മാർക്കറ്റ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അടിപൊളി വണ്ടി ആയിരിക്കും. നല്ല വണ്ടി അല്ലേ? ഫോർഡിൻ്റെ ഫിഗോ ആണ് എടുത്തത്. KL 60 രജിസ്ട്രേഷൻ. ഏതാ മോഡൽ ഇത്? 2016 മോഡലാണ് വണ്ടി. 16. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ടൈറ്റാനിയം. ഓക്കെ. ടൈറ്റാനിയം പ്ലസ് അല്ല, ടൈറ്റാനിയം. പ്ലസിലേക്ക് പോകുമ്പോൾ 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരും. ഇതിൽ 2 എയർ ബാഗ്, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ വരുന്ന വാഹനമാണ്. ഫ്രണ്ടിൽ നല്ല ടയേഴ്സ് ഉണ്ട്, പുറകിൽ കുഴപ്പമില്ലാത്ത ടയർ ഭാഗം. അത്യാവശ്യം ഏവറേജ് ടയേഴ്സ് ഒക്കെ വണ്ടി കിട്ടും. നമുക്ക് അതിന്റെ മിറർ കപ്പ് ഇട്ട് കൊടുക്കാൻ പറ്റുമോ? അത് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ലെഫ്റ്റ് സൈഡ് മിററിന്റെ കപ്പ് പോയിട്ടുണ്ട്, അതേ ഉള്ളൂ. മേജർ ക്ലെയിം ഒന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ്, ആക്സിഡന്റ് അങ്ങനത്തെ ഒന്നുമില്ല. വണ്ടി നല്ല വണ്ടിയാണ്. ഓക്കെ. ഓക്കെ. അപ്പോൾ ഫിഗോ പെട്രോൾ അല്ലേ? പെട്രോളാണ്. ടോപ്പ് എൻ്റെ താഴെ ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. മൈലേജ് ഒരു 11-15 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കണക്കാക്കാൻ പറ്റും. എത്ര ഓട്ടം കാണിക്കുന്നത്? ഓട്ടം 70 സംതിങ് ആണ് വണ്ടി ഓട്ടം. ഓക്കെ.
എത്ര ചോദ്യം എത്രയല്ലേ? നമുക്കിതൊരു 2,90 കൊടുക്കാം വണ്ടി. 2,90,000 രൂപയ്ക്ക് ഫിഗോ 2016 മോഡൽ ടൈറ്റാനിയം വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. പെട്രോളാണ്, വലിയ ഓട്ടവും പോയിട്ടില്ല. അപ്പോൾ സെക്കൻഡ് ഓൺഷിപ്പാണ്. സെക്കൻഡ് ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോ. ലോണ് കയറൂലേ? ലോണ് മാക്സിമം നമുക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമുക്ക് ചെയ്തു കൊടുക്കാം, കുഴപ്പമില്ല, കിട്ടൂല. ഓക്കെ. ഫോർഡിൻ്റെ സർവീസ് സെൻറ്റർ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യാം, ഹിസ്റ്ററി എടുക്കാം, എല്ലാം പറ്റും കേട്ടോ. സർവീസും ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പുതിയ വണ്ടികൾ നിർത്തിയെന്നേ ഉള്ളൂ. ഓക്കെ. അടുത്ത മുതൽ കേട്ടാ, ഇന്ത്യക്കാരെ കാറെന്ന് സ്വപ്നം കാണാൻ പഠിപ്പിച്ചൊരു മുതലാണ്. പക്ക മാരുതി. അതെ, KL 13 കണ്ണൂർ വണ്ടി തന്നെയാണ്. ഏതാ മോഡൽ? ഇത് 2002 മോഡൽ. 2 മോഡൽ MPF എഞ്ചിനാണ്. നിലവിൽ നല്ല കണ്ടീഷൻ വണ്ടിയാണ്. AC ഒക്കെ വർക്കിംഗ് ആണ്. അത്യാവശ്യം നമുക്ക് പഠിക്കാൻ മാത്രമല്ല, അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാനും യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. പഠിക്കാനും പറ്റും, എല്ലാത്തിനും പറ്റുന്നൊരു വണ്ടി. ഓക്കെ. MPF എന്ന് പറയുമ്പോൾ കാർബറേറ്ററേക്കാൾ മൈലേജ് കിട്ടും. 17-18 കിട്ടാൻ ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ. മേജറായിട്ടുള്ള പരിക്കുകളൊന്നുമില്ലല്ലോ അല്ലേ? ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ കിലോമീറ്റർ പറയാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ ഇത് മീറ്റർ തിരിഞ്ഞ് റൊട്ടേറ്റ് ചെയ്ത് വരും. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിലവിൽ വണ്ടീൻ്റെ അവസ്ഥ നോക്കാം, എടുക്കുക, അത്രയേ ഉള്ളൂ. പേപ്പറിൻ്റെ അവസ്ഥ ഇപ്പോൾ പേപ്പർ 1 വർഷത്തേക്കുള്ള പേപ്പർ ഉണ്ട്. 1 വർഷം കൂടി പേപ്പർ ബാക്കിയുണ്ട്. ഇതേ കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് ഇനി പേപ്പേഴ്സ് വർക്ക് മാത്രം ചെയ്യേണ്ടി വരും. റിന്യൂവൽ കിട്ടും വണ്ടി. എല്ലാം വർക്കിംഗ് അല്ലേ? ലൈറ്റ് ഫോണും എല്ലാം വർക്കിംഗ് അല്ലേ? AC എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ. എത്ര ചോദ്യം? എത്രയാ നമുക്ക് ഫൈനലായിട്ട് 45,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. 45,000-ന് ഇതാ ഒരു 800 നിങ്ങൾക്ക് കൊണ്ടുപോകാം. പഠിക്കാൻ മാത്രമല്ല, യൂസിനും പറ്റിയ ഒരു അടിപൊളി വണ്ടി. ഓക്കെ. ലോൺ കാര്യമൊന്നും കിട്ടൂല. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ഒരു ഹ്യുണ്ടൈ i10 ഗ്രാൻഡ് KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വാഹനമാണ്. ഏതാ മോഡൽ? ഇത് 2016 മോഡൽ വണ്ടിയാണ്. ഏതാ ഓപ്ഷൻ? i10 ഗ്രാൻഡ് സ്പോർട്സ് ആണ്. 16 മോഡൽ. ടോപ്പിൻ്റെ താഴെ വരുന്ന ഓപ്ഷൻ ആസ്ട്രയാണ് ഇതിൻ്റെ മോഡൽ ഉണ്ടാവുക. അതിൽ അലോയ്സ്, പുഷ് ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൽ അതൊന്നും വരില്ല. പക്ഷേ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, പവർ വിൻഡോസ്, ഡിഫോഗർ ലൈൻസ് കാര്യങ്ങളൊക്കെ വരും. ബാക്ക് വൈപ്പറും ഉണ്ടാവില്ല. ഓക്കെ. ഓട്ടോ എത്ര പോയി? ഓട്ടോ 70,000 ഓട്ടോ ഓടി. 70,000. വലിയൊരു ഓട്ടോ അല്ല. ഓക്കെ. ഒരു 12-15 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും. അത്യാവശ്യം പവർഫുൾ വണ്ടിയാണ്. ഓടിക്കാൻ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ കുഴപ്പമില്ലാത്ത ടയർ ഭാഗം ഉണ്ട് അല്ലേ? ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? മേജറായിട്ടുള്ള ഒരു വിഷയമില്ല. ഓക്കെ. എത്ര ചോദ്യം? നമുക്ക് ഇതിന് 2,70,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 2,70,000 പറയുന്നത്. 2016 മോഡൽ സ്പോർട്സ് i10 ഗ്രാൻഡ്. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോ. ലോണ് ഒരു 2-2.5 കയറും. നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കുന്ന ചെയ്ത് കൊടുക്കാം. ബാക്കി പിന്നെ ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള വിഷയങ്ങൾ. ഓക്കെ. അടുത്തതാ മഹീന്ദ്ര സൈലോ. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഇറങ്ങിയാൽ ഏറ്റവും കൂടുതൽ കോൾ വരാൻ പോകുന്ന ഒരു ഐറ്റം ഇതായിരിക്കും. തീർച്ചയായിട്ടും. പിന്നെ ഒന്ന് പോകണം. കാരണം എന്താ വെച്ചാൽ ഇത് വെച്ചാൽ റീസെൻ്റ് ഒരു 2 സ്ഥലത്ത് ചെയ്തിട്ട് മുട്ടിഞ്ച കോളായിരുന്നു ഇത്. എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ആൾക്കാർക്ക് ഒരു ഇഷ്ടമാണ് വണ്ടിയിൽ. അതെ, ഇപ്പോഴും ടാക്സി ഒക്കെ ആക്കാൻ വേണ്ടി നോക്കി നടക്കുന്ന ഒരു സാധനം തന്നെയാണ് സൈലോ. 7 സീറ്ററാണ്. KL 37 രജിസ്ട്രേഷൻ. ഏതാ മോഡൽ? ഇത് 2011 മോഡൽ വണ്ടിയാണ്. 11 മോഡൽ. 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ AC എല്ലാം വരുന്നില്ല. എല്ലാം വർക്കിംഗ് അല്ലേ? വർക്കിംഗ് ആണ്. ഓക്കെ. ഓട്ടോ എത്രയാണ് കാണിക്കുന്നത് നോക്കിയിട്ടുണ്ടോ? ഓട്ടോ 1,00,000 വരെ ഓടിയിട്ടുണ്ട് അല്ലേ? മേജർ ക്ലെയിം അങ്ങനെ തോന്നുന്നു? മേജർ ക്ലെയിമോ കാര്യങ്ങളൊന്നും. ഗ്ലാസ്സിലൊരു ക്രാക്ക് ഉണ്ട് മെയിൻ ഗ്ലാസ്സിൽ. ഓക്കെ. ബാക്കിലത്തെ ബാക്ക് ഡോർ റീപ്ലേസ് ആണ്. ബാക്ക് ഡോർ മാറിയിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ 1 ലാഖിൻ്റെ മേലെ ഓടിയ ഒരു സൈലോ ആണ്. പിന്നെ ടാക്സി പർപ്പസിനൊക്കെ നോക്കുന്ന ആൾക്കാർ ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ട്. എത്രയാണ് ചോദ്യം? എത്രയുണ്ട്? നമുക്കിത് ലാസ്റ്റ് 1,25,000 രൂപ കൊടുക്കാം. 1,25,000. 11 എന്ന് പറയുമ്പോൾ ഈ വർഷം ഇപ്പോൾ പേപ്പർ വരും. ഈ മാസം തീരാനായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. പേപ്പർ എടുക്കണമെങ്കിൽ ഒരു 10-15,000 രൂപ വേണ്ടി വരും അല്ലേ ഏകദേശം? ഓക്കെ. അപ്പോൾ തൽക്കാലം നമ്മൾ നിർത്തുകയാണ്. ഇതിന് വേറെ ലോണും കാര്യമൊന്നും കിട്ടൂല. മാർവൽ മോട്ടോഴ്സിൽ വേറെ കുറേ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ தான் വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. കണ്ണൂരിൽ നിന്ന് കൂത്തുപറമ്പിലേക്ക് പോകുമ്പോൾ കൂത്തുപറമ്പ് എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് കായലോട് എന്ന് പറഞ്ഞ സ്ഥലം അല്ലേ? കായലോട്. അപ്പോൾ പേര് കിട്ടി. കായലോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ലൊക്കേഷൻ. കോൺടാക്ട് നമ്പർ അതിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.